ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മട്ടൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. മട്ടൻ കറി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ജിഞ്ചർ, ഗാർലിക് ആൻഡ് ഗ്രീൻ ചില്ലി കുറച്ചൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയുണ്ട്, കുറച്ച് ടൊമാറ്റോ ഉണ്ട്, കുറച്ച് കറിവേപ്പിലയും കുറച്ച് കൊത്തമല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് സവാളയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് അതിൽ കുറച്ച് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ എന്ത് ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അത് യൂസ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ചില്ലി ക്രഞ്ചി ഒന്ന് ഇത് ചെയ്തിട്ടുള്ളൂ, നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളൂ, അരച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെറിയ ഉള്ളി ഇട്ടിട്ട് അതും കൂടിയിട്ട് നന്നായി, ചെറിയ ഉള്ളിയും പിന്നെ സവോളയും രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കണത്. അത് രണ്ടും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സോ അത് വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ നന്നായിട്ട് നല്ല പേസ്റ്റ് മാതിരി ആവണ പോലെ നമ്മൾ അത്രയും വേവിക്കണം. അപ്പോൾ ആ സമയത്ത് അത് നന്നായിട്ട് വഴറ്റി എടുത്ത ശേഷം, അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പേപ്പർ പൗഡർ, ടേമറിക്, ഗരം മസാല, ധനിയ പൗഡർ, ചില്ലി പൗഡർ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് അത് നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ടാവും. സോ ഈ ടൊമാറ്റോ ഒക്കെ നല്ല പേസ്റ്റ് മാതിരി ആവണം. അപ്പോൾ അങ്ങനെ ആയി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മട്ടൻ ആഡ് ചെയ്യാം. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച മട്ടനാണ്. അപ്പോൾ ഒരു 1/2 കിലോ മട്ടനാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. ഇവിടെ സാധാരണയായിട്ട് 2 തരം മട്ടൻ കിട്ടും, ഒന്ന് ഷീപ്പും ഒന്ന് ഗോട്ടും. അപ്പോൾ ഗോട്ടാണ് ഇപ്പോൾ ഇതിലെടുത്തേക്കണത്. അപ്പോൾ മറ്റേത് ഒരു റബ്ബർ മാതിരി ഉണ്ടാവും. റബ്ബറിൻ്റെ ഒരു, നമ്മൾ എത്ര വെന്ത് കഴിഞ്ഞാലും അതൊരു റബ്ബർ കടിക്കണ പോലെ ഒരു ഫീലിംഗ് തോന്നും. അങ്ങനെ മട്ടനൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ചിട്ട് അത് ഒരു 5-6 വിസിൽ വരണ വരെ വെക്കണം. എന്നാലാണ് മട്ടൻ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതാ അപ്പം എൻ്റെ മട്ടൻ കറി റെഡിയായി.